മോൻ നാട് വിട്ടോട്ട് കുറേ കാലമായി, കുട്ടിനെ കണ്ടിട്ട് കുറെ കാലമായി. അപ്പോൾ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു, കാണും കുളിപ്പിച്ചു കൊണ്ടുപോകാൻ, കാണും കുളിപ്പിച്ചു കൊണ്ടുപോകാൻ. ഈ നടത്തത്തിൻ്റെ ഇടയിൽ, നടത്തത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു ആകെ തൊപ്പറ, മൊത്തം ചെടകുത്തിയ മുടിയും നഖം വെട്ടിയിട്ടിലൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാണുന്ന ആളുകളൊക്കെ ചോദിക്കും, കാക്ക കാക്ക പത്തീസ് തരുമോ? തള്ളാരെ കണ്ട ഉമ്മാമ്മ പത്തീസ് തരുമോ ചോദിക്കും. ഉമ്മാമ്മ പത്തീസ് തരും. അപ്പോൾ ഈ വയസ്സായ ആളോട് കാക്ക കാക്ക പത്തീസ് തരുമോന്ന് ചോദിക്കുന്നുണ്ട്. സ്വന്തം മോനാട്ടെ ഈ ചോദിക്കണത്. അപ്പോൾ ഉപ്പാക്ക് അറിയില്ലേ, വാപ്പയും ഉമ്മയും തമ്മിൽ വ്യത്യാസം അതാ. അപ്പോൾ ഈ ഉമ്മാൻ്റെ മുഖത്തിട്ട് ഉമ്മാമ്മ പത്തീസ് ചോദിച്ചു. ഉമ്മാന്ന് വിളിച്ചപ്പോൾ പെറ്റ ഉമ്മല്ലേ, ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി, എത്ര കാലം നമ്മളൊരു 10-25 കൊല്ലം വിട്ടുവരിഞ്ഞാലും നമ്മൾ ഉമ്മാക്ക് നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല. പാവങ്ങളാണ് ഉമ്മയും ബാപ്പി. അപ്പൊ ഉമ്മാമ്മ പത്തീസര് ചോദിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ്. ആ മോനൊരു അടച്ചു കൂട്ടൽ ആലോചിച്ചു നോക്കി. കാണും കുളിപ്പിച്ചു കൊണ്ടുവന്നല്ലേ, അതൊരു ദിവസമായിട്ടില്ല, ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് ഉസ്താദ് വലിയൊരു അജബ് ഇടക്കിടക്ക് വരും. ഒന്ന് പണ്ടൊരു സലാം ചൊല്ലി ദ്വാരക്കണമെന്ന് പറയാ, ഒരു വാക്ക് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അങ്ങ് പോയി. ഇതിനാണ് ഇപ്പൊ ഈ വരുന്നത്. പക്ഷേ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഉസ്താദിന്. അപ്പൊ വരുമ്പോ ഉസ്താദിന്റെ കൂടെ അൽഹംദുലില്ലാ ഒരു പ്രാവശ്യം ഉസ്താദ് വന്നു. ഉസ്താദിന്റെ തൊട്ടു മുന്നിൽ പ്രായം ചെന്നൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. പ്രായം ചെന്നൊരു മനുഷ്യൻ. ഞാൻ പഠിക്കുന്ന അന്ന് നഹ്വ് കിതാബ് ഓതുന്ന സമയമാണ്. അപ്പൊ പ്രായം ചെന്ന മനുഷ്യൻ ഉസ്താദിന്റെ മുന്നിലുണ്ട്. അപ്പൊ വന്നിട്ടുള്ളത് എന്തിനാണ്? അയാളും അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ട്, വയസ്സാരും. അപ്പൊ ഇയാള് ഉസ്താദിന് മുന്നിൽ എത്തിങ്ങനെ ശൈഖുനാന്റെ അരികെ എത്തുമ്പോ ഉടനെ പറഞ്ഞു, മോൻ നാട് വിട്ടോട്ട് കുറെ കാലായി, കുട്ടിനെ കണ്ടിട്ട് കുറെ കാലായി. അപ്പൊ ഉടനെ ഉപ്പാപ്പ പറഞ്ഞു, കാണും കുളിപ്പിച്ചു കൊണ്ടുപോകാൻ, കാണും കുളിപ്പിച്ചു കൊണ്ടുപോകാൻ. പക്ഷെ ഈ നാടൻ വയസ്സായ ആളല്ലേ, ആള് പോണില്ല. അപ്പൊ എല്ലാരും കൂടി പോയിക്കോളി എന്ന് പറഞ്ഞു വിട്ടു. അതിന് ഉസ്താദ് മാഷാ അല്ലാഹ് ദ്വാരിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അന്ന് അങ്ങനത്തെ ഒരു കാലാണ് ഉസ്താദ്. അന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോകണ്ട, അത് നടക്കുക. 30 ദിവസം ഉണ്ടെങ്കിലും നടന്നൂടെ, അതിന് ചായ അടിച്ചൂടെ എന്നുള്ള സഖാവസ്ഥ അന്നത്തെ കാലം അങ്ങനല്ലേ. അപ്പോ ഉസ്താദ് നടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ വയസ്സായ വ്യക്തിയും ആളെ ഭാര്യയും അവരിങ്ങനെ നടക്കുക. അപ്പൊ ഈ തള്ള ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? അപ്പൊ കാണും കുളിപ്പിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയേണ്ടത്. അങ്ങനെ നടക്കുമ്പോ ഈ നടത്തത്തിൻ്റെ ഇടയിൽ, നടത്തത്തിന് ഇടതുഭാഗത്ത് ഒരു ആകെ തൊപ്പറ, മൊത്തം ചെടകുത്തിയ മുടിയും നഖം വെട്ടിയിട്ടിലൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാണുന്ന ആളുകളൊക്കെ ചോദിക്കും, കാക്ക കാക്ക പത്തീസ് തരുമോ? തള്ളാരെ കണ്ട ഉമ്മാമ്മ പത്തീസ് തരുമോ ചോദിക്കും. ഉമ്മാമ്മ പത്തീസ് തരും. അപ്പൊ ഈ വയസ്സായ ആളോട് കാക്ക കാക്ക പത്തീസ് തരുമോന്ന് ചോദിക്കുന്നുണ്ട്. സ്വന്തം മോനാട്ടെ ഈ ചോദിക്കണത്. അപ്പോ ഉപ്പാക്ക് അറിയില്ലേ, വാപ്പയും ഉമ്മയും തമ്മിൽ വ്യത്യാസം അതാ. അപ്പൊ ഈ ഉമ്മാന്റെ മുഖത്തിട്ട് ഉമ്മാമ്മ പത്തീസ് ചോദിച്ചു. ഉമ്മാന്ന് വിളിച്ചപ്പോ പെറ്റ ഉമ്മല്ലേ, ആ ഉമ്മാക്ക് മക്കളെ ഏത് കാലത്താണെങ്കിലും ശരി, എത്ര കാലം നമ്മളൊരു 10-25 കൊല്ലം വിട്ടുവരിഞ്ഞാലും നമ്മൾ ഉമ്മാക്ക് നമ്മളെ ശബ്ദം അത് മറക്കാൻ കഴിയൂല. പാവങ്ങളാണ് ഉമ്മയും ബാപ്പി. അപ്പൊ ഉമ്മാമ്മ പത്തീസ് ചോദിച്ചപ്പോ ആ ഉമ്മ നോക്കിയതും പൊന്നു മോനാണ്. ആ മോനൊരു അടച്ചു കൂട്ടൽ. ഉസ്താദ് വഫാത്ത് വരാ ആ രംഗം അത് വല്ലാതെ ഇങ്ങനെ കോരിത്തെരിപ്പിക്കുമത്തിൽ പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. കാണും കുളിപ്പിച്ചു കൊണ്ടുവന്നല്ലേ, അതൊരു ദിവസമായിട്ടില്ല, ആ സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ശൈഖുന ഖുതുബുൽ ആലം സിയം പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ന് ഈ കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ്. ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇന്ന് കാണുന്ന പണ്ഡിത മുത്തുകളുടെ ഈ റിഫഅത്തിന്റെ അല്ലെങ്കിൽ ഈ വെളിച്ചത്തിന് എല്ലാ മഹത്തുക്കളും അഹ്ലുസുന്നയിലെ മുഴുവൻ പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിതന്മാരുടെയും മൽജഅ കേന്ദ്രമാണ്, എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ്.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വലിയ എങ്ങനെയാണ് പറയാ എനിക്കറിയൂല, എനിക്ക് സാധിക്കൂല, അത് വിവരിക്കാൻ ഞാൻ അശക്തനാണ്, അർഹനല്ല. അതേ സ്ഥാനത്ത് വലിയ ഉയർച്ചയാണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലുത് ഞാൻ എൻ്റെ ഉസ്താദുമാരിൽ നിന്ന്, അതുപോലെ തന്നെ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുപിടിച്ചത്, അവിടുത്തെ ഹൃദയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള സുന്നത്തായ ഒരു ചെറിയ കാര്യം കൽപ്പിച്ചുവെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കൂല. ഒരു സുന്നത്ത് നോമ്പാവട്ടെ, നമ്മൾ പെട്ടെന്ന് അർജന്റ് കുട്ടി ഒതു എടുത്തു പോവില്ലേ, അതെല്ലാം ആ ഒതുവിന്റെ താമായ രൂപത്തിൽ തന്നെ. ഒതു എടുക്കുന്നത് പ്രവൃത്തിയാലാവട്ടെ കൗലം നിലക്കാവട്ടെ, എല്ലാം ഒരു സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ. അവിടുന്ന് ഓരോന്നും മാത്രമല്ല, അവിടുന്ന് സുഹുദുമായി മാഷെല്ലാം ത്യജിച്ച് നടന്ന ആ സമയത്തെക്കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഖൽബിലുണ്ടായിരുന്നത് മദീന, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ളയും അവിടുന്ന് കിടക്കുന്ന മദീന പൂന്തോപ്പ്, അത് വല്ലാതെ ശൈഖുനയുടെ ഖൽബിൽ പതിഞ്ഞിരുന്ന കാഴ്ച. പഠിക്കുന്ന കാലത്ത് മദീനയുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ അത് പറയുന്നതും അതുമായുള്ള ഒരു പ്രത്യേകമായ ഇഷ്ക് അത് വിവരിക്കുന്നത് ഉസ്താദുമാർ പഠിപ്പിച്ചത് കേട്ടിട്ടുണ്ട്.